മോൾക്ക് ബ്ലഡ് കൊടുത്തൊരു മാഡത്തിന്റെ കാര്യം നീ പറഞ്ഞില്ലേ? അവരെവിടെ പോയി? അവരവരുടെ ഹസ്ബൻഡിന്റെ ഏതോ കാര്യമായിട്ട് ഓടി നടക്കുമായിരുന്നു. ആ ടെൻഷനിലാ മോളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതും രക്തം കൊടുത്തതും ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്നതും. മാഡം ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവരൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഒരു നന്ദി വാക്ക് പറയാൻ പോലും ആയില്ല. എന്താ അവരുടെ പേര്? പേര് പറഞ്ഞില്ല. ഞാനൊട്ട് ചോദിച്ചതുമില്ല. ഇതിനിടയിൽ വിട്ടുപോയി. കാവിലെ ഭഗവതിയാ മാഡത്തിന് കൃത്യസമയത്ത് അവിടെ എത്തിച്ചത്. ആ പാവത്തിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ നമ്മുടെ മോൾക്ക് വേണ്ടി അവരിവിടെ നിന്നു. എന്തെങ്കിലും ആ മാഡത്തിന് എനിക്കൊന്ന് കാണണം. മുന്നിൽ ചെന്ന് കൈകൂപ്പി നന്ദി പറയണം. ഈ ജീവിതം മുഴുവൻ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുമായ. അവരുടെ നമ്പർ എഴുതി തന്നിട്ടാ പോയത്. ആ കാര്യം ഞാൻ മറന്നുപോയി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നീ അവരൊന്ന് വിളിച്ചേ. ആശുപത്രിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ പോയിന്ന് കാണാം. ഞാൻ നമ്പർ തരാം. എന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നിങ്ങൾ വിളിച്ചോ. ഇതിൽ പേരെഴുതിയിട്ടില്ലല്ലോ. വിളിച്ചിട്ട് കാര്യം പറഞ്ഞാ മതി. മാഡത്തിന് മനസ്സിലാവുമല്ലോ. ഫോൺ എടുക്കുമ്പോ പൊന്നുന്റെ അച്ഛനാണെന്ന് പറഞ്ഞാ മതി. പവിത്രൻ. കോളറേഡയിൽ പവിത്രൻ എന്നാണല്ലോ കാണിക്കുന്നത്. ഇനി ഇത് അവനായിരിക്കും വിളിക്കുന്നത്. പവിത്രനാണെങ്കിൽ അതെന്തിനായിരിക്കും? എടുക്കണോ? എടുക്കുന്നില്ലേ? ബെല്ലടിക്കുന്നുണ്ട്. ഹലോ മാഡം, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ ഹലോ മാഡം, കേൾക്കുന്നില്ലേ? ഹലോ, ആരാ? ഞാൻ പൊന്നുമോളുടെ അച്ഛനാ. മാഡം ഇപ്പൊ ബ്ലഡ് കൊടുത്തില്ലേ? പൊന്നു. ഞാൻ വന്നപ്പോ കുറച്ച് വൈകിപ്പോയി. കാര്യങ്ങളെല്ലാം വൈഫ് പറഞ്ഞു. എന്റെ പൊന്നിന്റെ ജീവൻ തന്ന മാഡത്തിനോട് ഇതിന്റെ പേരിൽ ഞാൻ കടപ്പെട്ടിരിക്കും. മാഡം, മാഡത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇതെന്റെ നമ്പറാ. ശരി, എന്താ നിങ്ങളുടെ പേര്? പവിത്രൻ എന്നാ മാഡം എന്റെ പേര്. മാഡം എന്തോ അത്യാവശ്യക്കാരായിട്ട് പോവുകയാണെന്ന് വൈഫ് പറഞ്ഞു. ഞാനായിട്ട് വിളിച്ച് ശല്യപ്പെടുത്തിയതല്ല. ഒരു നന്ദി പറയണമെന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചതാ. ഒരുപാട് നന്ദിയുണ്ട് മാഡം, ഒരുപാട് നന്ദി. ശരി മാഡം, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രാണം കളഞ്ഞും ഞാൻ കൂടെ നിൽക്കും. വയ്ക്കട്ടെ. മോളെ കൊണ്ട് പുറത്തു പോകുമ്പോ സൂക്ഷിക്കണമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? കേക്കില്ല. കൃത്യസമയത്ത് ആ മാഡം വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കുറ്റപ്പെടുത്താൻ എളുപ്പമാണല്ലോ. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ ഒക്കെ പാപഭാരം ദൈവം ശിക്ഷയായി വെച്ച് കെട്ടി കൊടുക്കുന്നത് നമ്മുടെ മോളുടെ തലയിലായിരിക്കും. 24 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ശിക്ഷ എന്റെ മോൾക്ക് കൊടുക്കരുത് എന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ആ മാഡം വന്ന് മോളെ ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പൊ ചോര കൊടുത്ത് രക്ഷിച്ചതും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് അറിഞ്ഞപ്പോ മുതല് കാല് പിടിച്ച് യാചിക്കുന്നതല്ലേ ഞാൻ. ഒരു പരിചയം പോലും ഇല്ലാത്ത മനുഷ്യരെ പറ്റിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന ഈ പണി അവസാനിപ്പിക്കാൻ. കേട്ടോ? ഇല്ലല്ലോ? എത്ര പാവങ്ങളുടെ ശാപം നിങ്ങളുടെ തലയിൽ വീണിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സന്തതി പരമ്പരകളും അനുഭവിച്ചേ പറ്റൂ. ഇനിയെങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലോ. ഇതൊരു ചുഴിയാ. ചെന്ന് പെട്ടുപോയാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ഒരു സുപ്രഭാതത്തിന് എല്ലാം നിർത്തി നല്ലവനായെന്ന് പറഞ്ഞാ ഇപ്പൊ പത്തി താഴ്ത്തി ഇരിക്കുന്നവന്മാരെല്ലാം തലപൊക്കും. ഞാൻ ആയുധം താഴെ വെച്ചു എന്ന വാർത്തയ്ക്ക് കാത്തിരിക്കുന്നവന്മാരാ. എന്നെ കൊന്നോട്ടെ, പക്ഷെ അവിടെ കൊണ്ടും തീരില്ല. വീട്ടിൽ കയറി കൊത്തി നുറുക്കും എല്ലാരെയും. ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തീ തിന്ന് നരയിക്കാൻ എനിക്ക് വയ്യ. വീണ്ടും പറയുക,
ഒരു ഗുണ്ടയുടെ ഭാര്യയായി ജീവിക്കാനുള്ള താല്പര്യം എനിക്കില്ല. എന്റെ മോളെ അങ്ങനൊരുത്തന്റെ മകളായി വളർത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാലവും എപ്പോഴും രക്ഷയ്ക്ക് ആ മേഡത്തിനെ പോലുള്ളവർ എത്തണമെന്നില്ലല്ലോ. അവരെന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. മോളെ ഡിസ്ചാർജ് ആക്കിയിട്ട് മാഡത്തിനെ ഒന്നുകൂടെ വിളിക്കണം. മോളെ കൊണ്ടുപോയി അവരൊന്ന് കാണുകയും വേണം. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സമ്മാനം ആ മാഡത്തിന് വാങ്ങിക്കൊടുക്കണം. ആ മാഡത്തിന് എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കും.